പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ ആരാണ് കാണുന്നതെങ്കിൽ കൂടിയും NIOS എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. NIOS എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട ബോർഡുകളായിട്ടുള്ള CBSE, ICSE, സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി ബോർഡുകളെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ ബോർഡാണ് NIOS. NIOS എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ബോർഡുകളാണ്. ഒന്ന് CBSE, നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും. അതുപോലെ മറ്റൊരു ബോർഡാണ് NIOS എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പലർക്കും ഇത് സുപരിചിതമല്ല. അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു ബോർഡിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇത് വാലിഡ് ആണോ, ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന് ഗുണമുണ്ടോ, ഇത് പഠിച്ചാൽ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ അവർ അലട്ടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ എന്നും അവരുടെ കരിയർ വേസ്റ്റാക്കി വീട്ടിൽ വെറുതെ ഇരിപ്പുണ്ട്. നോക്കൂ, നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ചു വന്ന കുട്ടികൾക്ക് ഇനി നിങ്ങൾ തോറ്റുപോയ വിഷയങ്ങൾ എഴുതണമെങ്കിൽ അടുത്ത വർഷം മാർച്ച് 27 വരെ കാത്തിരിക്കണം. അല്ലെങ്കിൽ തോറ്റുപോയാൽ വീണ്ടും 28 വരെ കാത്തിരിക്കണം. ഇങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് +2 പാസ്സാകാൻ കഴിയത്തുള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് NIOSന് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുക. NIOSൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വർഷത്തിൽ പലതവണ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വരുന്ന ഒക്ടോബറിൽ പരീക്ഷ എഴുതാം, അതുപോലെ തന്നെ ഏപ്രിലും പരീക്ഷ എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് എഴുതാനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിദേശത്ത് പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡിഗ്രിക്ക് മറ്റ് സുഹൃത്തുക്കളെ പോലെ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇനി ഒട്ടും താമസിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫെയിലായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് അത് നേരെ NIOSലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എഴുതാനുള്ള സൗകര്യമുണ്ട്. ഈ ട്രാൻസ്ഫർ ചെയ്ത് എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അതെങ്ങനെയാണെന്ന്, അല്ലേ? നമ്മൾ പല കുട്ടികളും 8ാം ക്ലാസ് വരെ രക്ഷകർത്താക്കൾ CBSE പഠിപ്പിച്ചിട്ട് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റാറുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ +2 ഇപ്പോൾ ഹയർ സെക്കൻഡറി ബോർഡിൽ പഠിച്ചു, കേരള സർക്കാരിൻ്റെ ഹയർ സെക്കൻഡറി ബോർഡിൽ പഠിച്ചു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, NIOSലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. NIOSലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സ്റ്റേറ്റ് സിലബസിൽ 3, 4, 5 വിഷയങ്ങൾ ജയിച്ചവരായിരിക്കും, ചിലപ്പോൾ ഒരു വിഷയം ഫെയിൽ ആയാലായിരിക്കും. പക്ഷേ NIOSൻ്റെ പോളിസി അനുസരിച്ചിട്ട് നമ്മൾ ജയിച്ച വിഷയങ്ങളിൽ നിന്ന് 2 വിഷയങ്ങൾ NIOSലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. NIOSനും 2 വിഷയങ്ങൾ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് 3 വിഷയങ്ങൾ മാത്രം പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഈ വർഷം തന്നെ +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ വരുന്ന ഒക്ടോബറിലാണ് അടുത്ത പരീക്ഷ വരുന്നത്. എന്നാൽ ഈ മാസം 31-ാം തീയതിയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി. NIOSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് സ്കൂളിൽ പോകേണ്ട, പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം സ്കൂളിൽ ചെന്നാൽ മതി. കേരളത്തിലെ എല്ലാ ജില്ലകളും NIOSന് സ്റ്റഡി സെൻറ്ററുകളും എക്സാം സെൻറ്ററുകളും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലകളിൽ തന്നെ പരീക്ഷകൾ എഴുതാനും വരുന്ന ഒക്ടോബറിൽ പരീക്ഷ എഴുതി പാസ്സായി നിങ്ങൾക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഇനി സയൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പഠിച്ചാൽ ജയിക്കുന്ന ഉറപ്പില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം, ഇവിടെ നിങ്ങൾക്ക് 3 വിഷയങ്ങൾ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ തിരഞ്ഞെടുത്ത് പരീക്ഷ എഴുതാനുള്ള അവസരങ്ങൾ കൂടിയുണ്ട്. അതായത് നിങ്ങൾ ഇനി ഒരിക്കലും തോക്കുമെന്നുള്ള ചിന്ത വേണ്ട, ഇനി ജയിക്കുമെന്ന് മാത്രം ചിന്തിക്കൂ. നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്ന പോലെ നഴ്സിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ രാജ്യം വിട്ടോ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കൂ. വേണ്ട എല്ലാ ഇൻഫർമേഷൻ തരാം, വേണ്ട എല്ലാ സപ്പോർട്ടും തരാം. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. കൂടുതൽ അറിയാൻ ഞങ്ങളുടെ അധ്യാപകരോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ നേരിട്ടോ ഞങ്ങൾക്ക് മാക്സിമം ഇൻഫർമേഷൻ ഞങ്ങൾ പാസ് ചെയ്യാം. നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് വരാം, വൈൻ ടെക് പാർക്കിലേക്ക് വരാം. ഇവിടെ പഠിക്കുന്ന കുട്ടികളെ കാണാം, എങ്ങനെ പഠിച്ച് ജയിച്ചു പോയ ആൾക്കാരെ കാണാം. എല്ലാത്തിനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ NIOSൻ്റെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറ്റു വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കാം. നമ്പർ കൂടെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു. വെൽക്കം ടു വൈൻ ടെക് പാർക്ക്.